ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്താലോ? ഓർഗാനിക് ഫേഷ്യൽ, കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ഫേഷ്യൽ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ഒരു ഫെയർ സ്കിൻ കിട്ടും, അല്ലെങ്കിൽ നല്ല ഗ്ലോ സ്കിൻ കിട്ടും, ഗ്ലാസ് സ്കിൻ കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഞാൻ ചെയ്യുന്ന ഫേഷ്യൽ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ഇന്ന് ഫേഷ്യൽ ചെയ്യുന്നത് ആക്ച്വലി ഒരു മെഷീൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് വെച്ചിട്ടാണ്. ഞാനത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കാം അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു കോട്ടൺ ബോൾ മിൽക്കിനകത്ത് മുക്കിയിട്ട്, റോ മിൽക്കാണ് കേട്ടോ, ഫേസ് ഫുള്ള് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഫേസിനെ എല്ലാം ഒന്ന് വെറ്റാക്കിയത് ആദ്യം തന്നെ ഫേസ് അതിന് മുന്നേ തന്നെ ഒന്ന് നിങ്ങൾ കഴുകണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ എന്തുപയോഗിച്ചാണ് കഴുകുന്നതെന്ന് വെച്ചാൽ അതിട്ടൊന്ന് കഴുകുക. എന്നിട്ട് ഫേസിൽ കുറച്ച് ഇതുപോലെ കോട്ടൺ ബോൾസ് ഫുള്ളെടുത്ത് പാലിനകത്ത് മുക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാനിപ്പോൾ ഒരു മീഡിയേറ്റർ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് സാധനം. നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. നല്ല സുഖമുണ്ട്. ഒത്തിരി നേരം വരയ്ക്കണ്ട. സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റീമിംഗ് ആണ്. നല്ല ഹോട്ട് വാട്ടറിൽ ഒരു ടർക്കി ടവൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫേസിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ യു ക്യാൻ ഫേസ് രണ്ടായിട്ട് ഹാഫായിട്ട് നോക്കിയിട്ട് ഒരു സൈഡ് ഒരു പ്രാവശ്യം, വേറൊരു സൈഡ് അടുത്ത പ്രാവശ്യം. സോ ഒരു 1 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ചൂട് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ മുക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും കഴുത്തേ ചെയ്യാൻ മറക്കരുതേ. ഇത് ടവൽ നല്ല ഹോട്ടാണ് ഇപ്പോഴും. അല്ലാതെ നിങ്ങൾക്ക് സ്റ്റീമിംഗ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇങ്ങനെയാണ് സ്റ്റീം ചെയ്യുന്നത്. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സ്റ്റീം ചെയ്യുക. നല്ല സുഖമാണ് ഇങ്ങനെ സ്റ്റീം ചെയ്യുമ്പോൾ. അടുത്ത് നമുക്ക് സ്ക്രബാണ്. സ്ക്രബിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡർ, കുറച്ച് ഷുഗർ, പിന്നെ നമുക്ക് കുറച്ച് ഹണി ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു സ്ക്രബാക്കാം. ഇത് നല്ലതാണ് കേട്ടോ, ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാനും. ഡെഡ് സ്കിന്ന് നല്ലൊരു ക്ലെൻസറാണ്. കോഫി, ഷുഗർ, ഹണി ഓൾസോ നല്ലൊരു ഹണി നല്ല സോഫ്റ്റ്നെസ് കൊടുക്കും. സോ ഇതിങ്ങനെ കുറേ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സോഫ്റ്റാകും. പിന്നെ ഷുഗർ അങ്ങനെ അത്ര ക്രിസ്റ്റലായിട്ട് കൊണ്ട് ഫേസിൽ ഉരയ്ക്കരുത്. കുറച്ച് മിക്സ് ചെയ്ത് തന്നെ ഒന്ന് അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിനെ നല്ലൊരു മിക്സ്ചറാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ഫേസിലിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്കാർസ് ഉണ്ടാവും. ഇതൊരു നല്ല സ്ക്രബും നല്ല സ്മെല്ല്, കോഫി കുടിക്കാൻ തോന്നുന്ന പോലെ. ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് കോഫി അല്ല, ഫിൽറ്റർ കോഫി തന്നെയാണ്. തേർഡ് വന്നിട്ട് നമുക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ കോഫി, ഷുഗർ ആൻഡ് ഹണി മിക്സ്, നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ഓഫണായിട്ട് അടിക്കടി ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് വല്ലപ്പോഴും 15 days വൺസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ എത്ര സോഫ്റ്റാണ്. എനിക്കൊക്കെ മന്ത്ലി വൺസ് മതിയാവും. കാരണം എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് ഡെലിക്കേറ്റഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. എപ്പോഴും എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരും. ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഒരു സ്ലൈഡിൻ്റെയൊക്കെ കോർണർ വെച്ചിട്ട് എടുക്കാം. എനിക്ക് ഒന്നും തന്നെ ഇല്ല, ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. സോ ഇവിടെയൊക്കെയാണ് സാധാരണ ഡേർട്ടൊക്കെ ഇരിക്കുന്നത്, അല്ലാതെ എനിക്ക് വേറെ ഫേസിൽ ഞാൻ എപ്പോഴും ഓരോ പായ്ക്കൊക്കെ ഇടുന്ന കാരണം എൻ്റെ ഫേസ് വളരെ ക്ലീനാണ്. സോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ എടുക്കാം. സോ ഇതിങ്ങനെ പോരും കേട്ടോ. സോ നത്തിങ് ഓൺ മൈ ഫേസ്. സോ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഫേസ് പാക്ക് ഉണ്ടാക്കാം. കുറച്ച് മഞ്ഞൾ, ഗ്ലിസറിൻ, പൊട്ടറ്റോ, ലൈം ആൻഡ് ഹണി. പൊട്ടറ്റോ നല്ലതായിട്ട് പീൽ ചെയ്ത് മിക്സിയിൽ അടിച്ച് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ. മഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ലൈം, 1 2 3 4 5 6 7 അതുമാതിരി ഒരു 6 or 7 ഡ്രോപ്സ് ഓഫ് ഹണി, ലൈം മതിയാവും. അതേപോലെ തന്നെ കുറച്ച് ഹണി മതിയാവും. കുറച്ച് ഹണി, കുറച്ച് ഗ്ലിസറിൻ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഇൻഗ്രീഡിയൻറ്റ് ഫോർ ദ സ്കിൻ ഗ്ലോ. എല്ലാ സൊല്യൂഷനും ഓക്കെ. വേണ്ടത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ജ്യൂസാണ്. ഈ ജ്യൂസ് ഇങ്ങനെ സ്റ്റാർച്ച് താഴോട്ട് അടിഞ്ഞുകൊണ്ടിരിക്കും. സോ ജസ്റ്റ് മിക്സ് ഇറ്റ് വെൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സ്റ്റാർച്ച് താഴെ പോയി കിടക്കും. സോ പൊട്ടറ്റോ ജ്യൂസ്. അടുത്താണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ റൈസ് ഫ്ലോറിൽ ഇതിലോട്ട് ഇടണം ഓക്കെ. റൈസ് ഫ്ലോർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് ഫ്ലോറാണ്. തരിതരാന്ന് പുട്ടിൻ്റെ പൊടി എടുത്തിടരുത് കേട്ടോ. റൈസ് ഫ്ലോറും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് ഒരു പാക്കാക്കുക. സോ മിക്സ് മേക്ക് ഇറ്റ് അറ്റ് സ്മൂത്ത് പേസ്റ്റ് ഓക്കെ. സോ മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റാക്കി നമുക്ക് പാക്കായിട്ടിടാം. ഇതാണ് ഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനുണ്ട്. സോ ദിസ് ഈസ് വണ്ടർഫുൾ പാക്ക് ഫോർ ഗെറ്റിംഗ് ഗ്ലോ, റിങ്കിൾ ഫ്രീ, ആക്നെ ഫ്രീ, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, എല്ലാ സ്കിന്നിനും കൂടെ ഉള്ള ഒരു കമ്പൈൻഡ് പാക്കാണ് ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് എനിക്ക് എപ്പോഴും ആക്നെ വരുന്ന ഒരു സ്ഥലം, ഈ ഒരു സ്ഥലത്ത്. ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഡാർക്ക് കളേഴ്സ്, എനി കളർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും ഒരു മാസ്ക് ഒക്കെ ഫേസിലിടുന്നതും ഒരു ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. കാരണം സ്കിന്നിൻ്റെയൊക്കെ കളർ എത്രയായാലും നമ്മുടെ സ്കിന്നിലോട്ട് കുറച്ചൊക്കെ അബ്സോർവ് ആകും. അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കളറ് കുറയാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ നമ്മൾ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ കുറയ്ക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നല്ലൊരു ഗ്ലോയിങ് സ്കിൻ കിട്ടും. പൊട്ടറ്റോ ഒക്കെ നല്ല വൈറ്റനിങ് ഏജൻ്റാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ദിസ് ടർമറിക്, ഹണി ഓൾസോ. സോ നല്ല തിക്കൊരു പാക്ക് തന്നെ ഇടണം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ഇടാൻ മറക്കല്ലേ, നല്ല ടേസ്റ്റ്. കണ്ണിനടിയിൽ പാക്ക് ഇടുമ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം നിങ്ങളുടെ പഫ്നെസ് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും. ഞാൻ എപ്പോഴും കുറച്ച് കണ്ണിൻ്റെ മേളിൽ ലൈറ്റായിട്ട് ലിക്വിഡ് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു ഇനി ഒരു 15 minutes. നിറച്ച് ഒത്തിരി ഡ്രൈ ആവണ്ട, കുറച്ചൊന്ന് ഡ്രൈ ആയി കുറച്ച് വെറ്റായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെയൊക്കെ ഉണങ്ങി, നെറ്റി കുറച്ച് ഉണങ്ങാനുണ്ട്. ഒരു 5 minutes കൂടെ വെയിറ്റ് ചെയ്യാം.
പാക്ക് ഞാൻ കഴുകിക്കളഞ്ഞു. സോ ഡ്രസ്സൊക്കെ മാറ്റി. ഇനി അടുത്ത് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്യാനായിട്ട് അഗെയിൻ ഈ ടൂൾ എൻ്റെ അടുത്തുണ്ട്. ഇത് വെച്ച് ചെയ്യാം. ലോയിലിട്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. മസാജ് ചെയ്യുന്നത് നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരാതിരിക്കാൻ ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് നല്ലൊരു ഗ്ലാസ് സ്കിൻ കിട്ടും. ഇതുപോലത്തെ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. മോയ്സ്ചറൈസർ നന്നായിട്ട് അബ്സർവ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ നല്ല സോഫ്റ്റായിട്ട് പ്ലംബി ആയിട്ടുള്ള ഒരു സ്കിന്ന്. നെക്സ്റ്റ് നമുക്ക് മറക്കാതെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ഇടണം, സൺസ്ക്രീൻ ഇടണം. ഓക്കെ, സൺസ്ക്രീൻ വളരെ മസ്റ്റാണ്. സോ സൺസ്ക്രീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു ദിവസം നമുക്ക് സൺസ്ക്രീൻ വീട്ടിലുണ്ടാക്കി നോക്കാം. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കോവിഡ് ടൈമിലൊക്കെ. ഓക്കെ, സൺസ്ക്രീൻ ഇടുക. ഞാൻ സൺസ്ക്രീൻ ഇങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. സൺസ്ക്രീൻ 30 പ്രൊട്ടക്ഷൻ മതി എന്നാണ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 50 ആണ്. നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ ചൂടൊക്കെ അനുസരിച്ച് വളരെ ജെൻറ്റിലായിട്ട്. ബാക്കി കുറച്ചുണ്ട്, അത് നമുക്ക് കഴുത്തിലിടാം. നമ്മുടെ ഇന്നത്തെ ഫേഷ്യൽ കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് പറയൂ. നിങ്ങൾ ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കാം, വാങ്ങി നോക്കൂ. വളരെ ലോ ആയിട്ട് മൈൽഡായിട്ടുള്ള പ്രഷറിൽ വേണം ഫേസിലിടാൻ. ഫേസ് വളരെ സെൻസിറ്റീവ് സ്കിന്നാണ്. സ്കാർസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വൂണ്ടൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈലിൽ തന്നെ എന്നെ കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. അത് ഓക്കെ, അങ്ങനെ നമ്മുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാ ഇൻഗ്രീഡിയൻസും അടിപൊളി ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ചെയ്തത്. ഇത് മന്ത്ലി വൺസ് ചെയ്താൽ മതി. ഇൻഗ്രീഡിയൻസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി വൺസ് മാറ്റാം. ഇത് ഈ പാക്ക് ഒരു മാസം ഇടാം, അടുത്ത മാസം വേറെ പാക്ക് ഇടാം. പാക്ക് നമ്മൾ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ പാക്കിലും ഒരേ ഇൻഗ്രീഡിയൻസ് അല്ല, എല്ലാ സാധനങ്ങളിലും ഒരേ ഇൻഗ്രീഡിയൻസ് അല്ല, ഒരേ കണ്ടൻ്റ് അല്ല. സോ എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ടത് കാരണം നമുക്ക് പാക്ക് മാറ്റി മാറ്റി ഇടുന്നതും നല്ലതാണ്. ഓക്കെ, ഡെയിലി മാറ്റുന്നല്ല ഞാൻ പറയുന്നത്. 15 days വൺസ് അല്ലെങ്കിൽ 7 days വൺസ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മാറ്റാം. ഫേഷ്യൽ വന്നിട്ട് മന്ത്ലി വൺസ് ഉറപ്പായിട്ടും ചെയ്യണം, മസാജ് ചെയ്യണം. ഓക്കെ, വല്ലപ്പോഴും നിങ്ങൾക്ക് പാർലറിൽ പോയി ചെയ്യാം. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ഹെഡൊക്കെ മസാജ് ചെയ്യുന്നു, ഞാൻ സ്പാ ചെയ്യാനായിട്ട് പോകാറുണ്ട്. മന്ത്ലി വൺസ് ഉറപ്പായിട്ടും ഞാനൊരു ഹെയർ സ്പാ ചെയ്യും, ഓൺലി ഫോർ ദെയർ മസാജിങ്. ഓക്കെ, എനിക്കറിയാവുന്ന കുട്ടിയായത് കാരണം നന്നായിട്ട് എനിക്ക് നെക്കിനൊക്കെ നല്ല പെയിനാണ്, നന്നായിട്ട് നെക്കൊക്കെ മസാജ് ചെയ്ത് തരും. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ജ്യൂസ്, ഹണി, റൈസ് ഫ്ലോർ, ദെൻ ഗ്ലിസറിൻ ആൻഡ് ഓൾ വണ്ടർഫുൾ പ്രോഡക്റ്റ് ടു ദ സ്കിൻ അഗെയിൻസ്റ്റ് ഏജിങ് ദ സ്കിൻ, wrinkles, fine lines, everything. They will all these ingredients will fight for all this damages and acne prevent, nalloru fairness, glow, everything we will get. Try this and tell me how you are feeling after using this. Okay, thank you for being with me. ഇനിയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ ഒരുപാട് സന്തോഷം. സോ ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവരും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, പറയണമെന്ന് ഞാൻ വിളിക്കുക, എനിക്കത് അങ്ങനെ പറയാൻ അറിയില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എഗെയിൻ സന്തോഷം.